എന്റെ അമ്മേ. കെട്ടിയോ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി? രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചതാ. എന്തിന്? ചുമ്മാ. എന്താണ് വക്കീല്? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. എടോ വക്കീലെ, എന്താണോ ഇത്? സാറിയർ അല്ല, കൊറിയർ. ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി, എവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടിലും മുട്ടലും. കേട്ടില്ലേ, നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്ന. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പ് ആവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്. മുത്തശ്ശ, ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്ങി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നുമല്ല. എയർ ഹോസ്റ്റസ്, എയർ ഹോസ്റ്റസ്, ആകാശത്തിൽ എന്ന് പറഞ്ഞാ അറിയില്ലല്ലേ? വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനി ഇവക്ക് സപ്ലൈർ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ? വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ടാ, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാൻ മേലാൻ ചേട്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ. വക്കീലെ, തെറ്റ് പറ്റിയത് എനിക്ക്. എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി. അതെ, അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തസ്സല്ലേ? താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലേ? ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ. മനസ്സിലാഞ്ഞു? വക്കീലല്ലേ, മാറ്റി പറയും. ബാല, അനന്ത, ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. വക്കീലെ, വഴിച്ചെലവ് എന്താ കൊടുത്തോളൂ. ഇത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കണക്ക് തരാൻ മറക്കരുത്. കള്ള കണക്കായിരിക്കരുത്. ഗുഡ് മോർണിംഗ്. മോളെ അനുപമ കൈ വിടും. കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തിലാ അവള്. ആ മൂക്ക് തിരുമ്പി നിൽക്കാതെ അച്ഛനെ വിളിക്കേ. മോളെ, അവളെവിടെ? വന്നു, ദേഷ്യത്തിൽ കഥ കടച്ചു. എന്റെ മാത്തി പോയി. ഒന്ന് മാറണോ കോന്ത? മോളെ അനുപമേ, വാതിലോർക്ക്. എന്നാലും വക്കീലിനൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നു. എന്ത് കള്ളത്തരം? അല്ല, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന അനുപമയ്ക്ക് സെന്റ് തെരേസാസിലെ കോച്ചുമായിട്ട് എന്താണ് ഒരു കൊളാബറിക്കേഷൻ? ഐ മീൻ 500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്. ഇത് ഇന്റർനെറ്റ് ലവ്വാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. എന്നാലും ഐ ലവ് ഹിം. ലവ് ഈസ് ബ്ലൈൻഡ്. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗ. എന്നിട്ട് എന്താവാൻ? അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു. അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാനും പിന്താങ്ങും. താങ്ങ് പിന്നീന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവും അല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ. ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്. മുത്തച്ഛ, ഒരു സമൻസ് വന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. എന്നുവെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്ക് മനസ്സിലായി. എനിക്കിഷ്ടം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ലല്ലേ? മടപ്രാവേ, ഹായ്. എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യം ഈ പറയുന്നേ. എന്റെ 2 മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടു, ഈ വക്കീലെല്ലാം കേട്ടു. എല്ലാവരും വിട്ടികളാക്കായിരുന്നല്ലേ?
കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയേടാക്കായിരുന്നല്ലേ മുത്തച്ഛ? ലാലേട്ടാ. ഹേ, ഹേ, ലോലനല്ല ലാലൻ. ആ ലാലേട്ടാ പറയരുത് പ്ലീസ്. ഏയ്, ഞാൻ പറയും. എന്റെ ലാലേട്ടാ. ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ് എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ. ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്നു പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താ ഒന്നും പറയാത്തെ? ഒരു 5 നിമിഷം മുമ്പ് പറയായിരുന്നില്ലേ? സാരമില്ല, ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലല്ലോ. ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക് വിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തിനെ കെട്ടണോ? ഏയ് വേണ്ട. ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാൽ ജാമ്യമില്ല കേസ് കുടിക്ക് രണ്ടിനെ ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ടാ, സമാധാനായി. ആ ഇനി ലാലേട്ടൻ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവും. ആ ശരിയാണ്. ഇനി ഞാൻ രാത്രികാലങ്ങളിൽ മാർച്ചാരനെ പോലെ പതുങ്ങി വരാം. അയ്യോ, ഇടിച്ചില്ല. ഭാഗ്യം. വേഗം കുടിച്ചോ, 2 മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടി പറ്റി എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്നു മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. ഐ ആം ഹാപ്പി, ഹാപ്പി. ഐ ആം പൽക്കിവാല. എനിക്കൊരാളോട് സ്നേഹമുണ്ടെന്നുള്ളത് ശരിയാ. ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെയൊന്നുമല്ല. അല്ല പിന്നെ പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാ. കറക്റ്റ്. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ല അമ്മാവന്മാര്, കാല് തല്ലി ഒടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? ഓ അൺസഹിക്കബിൾ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി, നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട. വൈ 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 2 കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തച്ഛൻ, നോട്ട് ദിസ് പോയിന്റ്, only 2 years. അപ്പൊ എനിക്ക് 49 വയസ്സാണ്. Gold is gold. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസ്റ്റസായി ജോലിക്ക് പൊയ്ക്കൊള്ളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും 2 കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അതിന് തനിക്കെന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ, മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. എടുക്കണ കയ്യേ, കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ? അതുപോട്ടെ, ഞാൻ എപ്പോഴാ പെരുവണ്ണാപുരത്തേക്ക് പോണ്ടത്? എന്തിനാ? ആ ഡോക്ടറെ കാല് തല്ലി ഓടിക്കാൻ. ആദ്യം ഈ ഒടിഞ്ഞ കാലൊന്ന് നിവരട്ടെ, എന്നിട്ടാവാ. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. അയ്യോ, എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് പുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം ഇന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചേ കുട്ടാ. ഞാൻ ഹാപ്പി. ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അനു വേണോ എന്നെ കടിഞ്ഞാനിടാൻ? ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കാണണം. കാണാം. അപ്പുറത്ത് നിങ്ങൾ 2 ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ആ ഒടുവില ഓമനെ കൂട്ടാ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അത് അനുപമ തീരുമാനിക്കട്ടെ.
ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. മോഹനേഷ ലാലേട്ടാ കൺട്രോളിംഗ് സംസാരിച്ചോളൂ. ഓൺലി 2 minutes. ശല്യം. എന്റെ വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വീണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ആഹാ ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലൊരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ലാലേട്ടാ ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ആ, ഒന്നും പറയാറായിട്ടില്ല. ആ, ആ. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കെ? അനുപമയ്ക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അനുപമ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി ടൂറിന് ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് യാദൃശികമായ ഒരു മലയാളി യുവാവുമായി പരിചയപ്പെട്ടു. അയാൾ അനുപമയ്ക്ക് ഒരു ഫെലൂഡ ഓഫർ ചെയ്തു. അത് കഴിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി. ബോധം കെട്ടു. ഷീ ബിക്കം റിയലി അൺകോൺഷ്യസ്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടമാവുകയും ചെയ്തു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കണം? എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് വിലപ്പെട്ടത് രൂപയല്ലടാ മണ്ട. ഓഹോ, ആഭരണങ്ങളാണോ? മുംബൈ കഴുത അയാളെ ഗോവയിൽ പലയിടത്തും തിരക്കി. കിട്ടിയത് അനുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ മാത്രം. ആ ഫോട്ടോയിലുള്ള ആളല്ലേ ഞാൻ കണ്ട ഡോക്ടർ? അത് തന്നെയല്ലേ ഞാൻ കണ്ട കോച്ച്. തനിക്ക് ഛായ തോന്നിയതായിരിക്കും. ചായം തന്നില്ല, പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ സമ്മതിച്ചു അവൻ തന്നെയാണെന്ന്. സമ്മതിച്ചോ? അങ്ങനെ വഴിയില്ലല്ലോ. ഒന്ന് മതിയാക്കുക. നമ്മുടെ വക്കീല് പറഞ്ഞൊന്നും അച്ഛൻ വിശ്വാസമായില്ലേ? പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലൊരു നിസാര കാര്യത്തിന് ലോകത്ത് ഒരു പെണ്ണും കള്ളം പറയില്ല. എല്ലാ സത്യം അറിഞ്ഞ് ഇനി ആര് വരും എന്റെ മോളെ കെട്ടാൻ? മുത്തച്ഛ, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. നന്മ നിറഞ്ഞ മനസ്സും ഒരു പെണ്ണിന്റെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ നേരിടാൻ തന്റെ ഇടമുള്ള ഒരാൾ അനുപമയെ വിവാഹം ചെയ്യാനുണ്ട്. അല്ല, മുത്തശ്ശ, അനുപമ മനസ്സാവാതെ അറിയാൻ സംഭവിച്ച കാര്യമായതിനാൽ എനിക്ക് സമ്മതമാണ്. ഓമിനിക്കുട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചാ. അവള് പിഴച്ചവൾ. നോട്ട് ദിസ് പോയിന്റ്. ആയിക്കോട്ടെ മുത്തച്ഛ, നമുക്ക് തിരിച്ചു പോവാം. ഊരും പേരും അറിയാത്ത ഒരാളുടെ ഫോട്ടോയും കൈവച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടന്നാൽ ആളെ കണ്ടെത്താൻ പറ്റുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മരിക്കാം. പറ്റുമോ? പെണ്ണിന്റെ കഴിഞ്ഞ കാല നാറിയ കഥകൾ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കണം. അത്രയ്ക്കും സന്മനസ്സുള്ളവർ ആരാ ഉള്ളത്? മുത്തച്ഛൻ നോക്കിക്കോ, എന്നെങ്കിലും ഒരു യുവ കോമള കുമാരൻ വരും. ആര്? ഞാനൊരു സത്യം പറയാം. അത് വെച്ചിട്ട് പൊക്കോളൂ. മേനവും മഠത്തിലെ ഉപ്പും ചോറും തിന്നും വളർന്ന ചന്ദ്രസേനല്ലേ? അതേന്ന്. ഇയാളെ താൻ അറിയോ? പിന്നെ എന്റെ നാട്ടുകാരനല്ലേ? ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ തന്നെ എന്റെ തൊട്ട അയൽവക്ക. ഈ താടി വടിച്ച് മീശ ഇത്തിരി പിരിച്ചു വെച്ചാൽ ചന്ദ്രസേനൻ തന്നെ. ഇതിനിടയ്ക്ക് നാടകത്തിൽ അഭിനയിച്ചോ? കണ്ടോ മീശയിലും താടിയിലും കൺഫ്യൂഷൻ. എനിക്കൊരു കൺഫ്യൂഷനും. ഇയാളിപ്പോ എവിടെ കാണും? ടൂറില്ലെങ്കിൽ മിക്കവാറും നാട്ടിൽ തന്നെ കാണും. അങ്ങനെ ഇച്ചിരി കമ്പമുള്ള കക്ഷിയാണ്. അടുത്തെങ്ങാനും ഗോവയ്ക്ക് പോയതായിട്ട് അറിയൂ? ഗോവ എന്ന് പറഞ്ഞാൽ തന്റെ നാട്ടിൽ കോമഡിയാണ് ഇത്രയ്ക്ക് ചിരിക്കാൻ. അല്ല, ഈ ഗോവൻ ടൂർ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സേനന്റെ വീട്ടിൽ യുദ്ധം നടന്ന കേസായി ഗോവ. മാലയിട്ട് ശബരിമലയ്ക്ക് പോകുവാന്നും പറഞ്ഞ് കക്ഷി നേരെ വിട്ടത് ഗോവയ്ക്കാ. അത്ര വിരുദനാ. എനിക്ക് അയാളൊന്ന് കാണണം. താനും വരുമോ ഞങ്ങളുടെ കൂടെ? ശരി. ഇതാ വീട്. വന്നോളൂ. സേനയില്ലേ? പുറത്തു പോയിരിക്ക. ഞാൻ അച്യുതമേ ഷൊർണൂരിന്ന് വരിക. ഇരിക്കൂ. ഓ, എന്താണാവോ വിശേഷിച്ച്? ഇവരോട് പറയണോ? പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സേന നിന്ന് ശബരിമലയ്ക്ക് പോകുവാന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയില്ലേ? അവിടെ വെച്ചുള്ള പരിചയക്കാരല്ല. അവിടെ വെച്ച് നിങ്ങളുടെ മകൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയുടെ മുത്തച്ഛനാണ്. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. ഇല്ല, ഇത് തന്നെയല്ലേ നിങ്ങളുടെ മോൻ? അതെ. ഐസ്ക്രീമിൽ മയക്കുപൊടിയിട്ടൊരു പെൺകുട്ടിയെ ചതിക്കാൻ എങ്ങനെ അവന് മനസ്സ് വന്നു? എല്ലാം കഴിഞ്ഞില്ലേ മുത്തശ്ശ? ഇനി ഇവിടെ നിക്കണോ? നമുക്ക് പോവാം. ഇനി എന്റെ കുട്ടിക്ക് മറ്റൊരാളെ കണ്ടെത്താനാവില്ലല്ലോ. പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുക. തക്ക സമയത്ത് വന്ന് വിവരം പറഞ്ഞ നന്നായി. അതുകൊണ്ട് രക്ഷപ്പെട്ടതേ എന്റെ മകളാ. വരിക, പോവാം. ഇനി എന്താ ചിന്തിക്കണം? എന്നാലും ഒന്നും ചിന്തിക്കാനില്ല.
ഇനി ഇതും ആ പെരുവണ്ണാപുരത്തെ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലാണോ? മാനക്കേട് ഭയന്നല്ലേ അവള് പലതവണ കള്ളം പറഞ്ഞത്. മുത്തച്ഛൻ ഇപ്പോഴും വിശ്വാസമായില്ല. എന്താ അവിടുത്തെ തറവാട് മഹിമ, എന്താ കുലമാഹാത്മ്യം, എന്താ അന്തസ്, ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി കളയ. കിട്ടിയത് കിട്ടി, വേഗം സ്ഥലപ്പെടാൻ നോക്ക്. വരും മുത്തച്ഛ, പോവാ. എനിക്ക് ഈ വീട്ടിലെ പെൺകുട്ടി ഒന്ന് കാണായിരുന്നല്ലോ. എന്തിന്? കാര്യം അറിയാലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നത്. വിളിക്കണം. അവനാണെ തട്ടിയോ? തട്ടാൻ വന്നതല്ല, തട്ടിക്കൊണ്ടു പോകാൻ വന്ന. അനുപമേ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. നമ്മുടെ ഗോവിന്ദ് ഹീറോ, ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയിലെ നായകൻ. അവൻ അനുപമയെ കാണുന്നത് വാശി പിടിക്കുന്നു. എനിക്ക് വയ്യ. അയ്യോ, തളരരുത്. അയാൾ എതിർത്ത് നിൽക്കണം. അവന്റെ ഫ്യൂസ് വരണം, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അയ്യോ പ്ലീസ്. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാ ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്നോടല്ലോ. നമസ്കാരം കേട്ടോ. ഇതാരാ? നിങ്ങളെ പരിചയമില്ലേ? ഇതാണ് അനുപമ. ഞാൻ ആ പേരെ ഓർത്തോണ്ടിരുന്നത്. അന്ന് പിന്നെ പേരും നാളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പിന്നെ പാന്റും കോട്ടൊക്കെ ഇട്ടപ്പോ ആളെ മനസ്സിലായില്ല. അന്ന് വേഷം ഇതായിരുന്നില്ലല്ലോ. അയ്യേ, സോറി കേട്ടോ, എന്നെ മനസ്സിലായല്ലോ. നിങ്ങളെ അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ്, ഒരു സ്ത്രീയോടൊരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. എന്തായാലും തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്ന് കേൾക്കണം. ഗോവയിൽ വെച്ച് ദുരുദ്ദേശത്തോടു കൂടി ഞാൻ പരിചയപ്പെട്ട തെറ്റ്, ഐസ്ക്രീമിനകത്ത് മയക്കുപൊടി കലക്കി തന്ന തെറ്റ്, അതിനുശേഷം നടന്നത് തെറ്റ്, അവളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്തത് തെറ്റല്ലേ? താൻ എന്തോ കവർന്നെടുത്തോന്നാ പറയുന്നേ? അനുപമേ, ഈ കേട്ടത് സത്യമാണോ? ഇയാൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ്. സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. എന്ത് പ്രായശ്ചിത്തം? അത്രയ്ക്ക് നിർബന്ധമാണ്. ഇയാൾ മുട്ടയടിച്ച് കാശിക്ക് പോ. അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ തമ്മിൽ മാച്ച് അല്ല. ആര് പറഞ്ഞു? ഞങ്ങള് മാച്ച് അല്ലേ? അല്ല. ഹലോ, ഞങ്ങൾ തമ്മിൽ മാച്ച് അല്ലേ? നല്ല മാച്ച് കേട്ടല്ലോ. മാച്ച് അല്ല, ഒട്ടും മാച്ച് അല്ല. ഇപ്പൊ നല്ല മാച്ച്. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം കേട്ടപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് പിടിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോ നിന്നെപ്പോലൊരു ആഭാസൻ എന്റെ കുട്ടിയെ ഏൽപ്പിക്കുന്നതിലും ഭേദം അവളെ അങ്ങോട്ട് കൊന്നുകളയുന്നതാ. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെന്താ, ചെയ്ത തെറ്റിന് പ്രതിഫലം. ഇതെന്റെ അവകാശമാ. ഞാൻ പഴപ്പിച്ച പെണ്ണിന് എനിക്ക് എന്നെ വേണം. ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ടായിരിക്കും. ನಿಜ ಏನಂದ ನನಗೆ ನಿಮಗೆ ಗೊತ್ತು. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ, ನಾನಿല്ലെಂದು ಹೋಗಿರೋದು. ನಾವು ಇನ್ನ ಬರ್ತೆ, ജാഗ്രത. ഇതെന്നാടാ? കന്നഡ. അവൾക്ക് മനസ്സിലാവും. കന്നഡ. എടോ വക്കീലേ, ഇത് ആരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ. അല്ലെ വരണ്ട. ആരപ്പ് മതിയായോ നോക്കി. സോറി സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗതരയോ കൊടുകൈ. നിനക്കൂടെ എന്താ കാര്യം? ഞാൻ ഈ ആരപ്പനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ലല്ല, ഗ്രൈൻഡർ. എന്താ മുളവ് നിന്നോട് ഈ പടി ചവിട്ടണെന്ന് പറഞ്ഞിട്ടില്ല? പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അരപ്പ് മതിയെങ്കിലും നിങ്ങളുടെ കോരി ഇവനൊന്നും നോക്കിയാ നീ എല്ലാം നശിച്ചു പോകും. ഇറങ്ങി പോടാ വെളിയില്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊന്നുകളയും ഞാൻ. എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് ജങ്കും ജങ്. നമുക്ക് സുപ്രീം കോടതി. ഹലോ മോളെ. മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ബെൽറ്റ് പോകുമ്പോ അവനെ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി. മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരു ആശ്വാസം കിട്ടിയേനെ. എങ്കിലെന്റെ വീട്ടിൽ വന്ന് നിന്നുള്ളൂ. അനുവിനൊരു മുൻപരിചയം ആവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം. നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില്
ഇനിയിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. Thank you, മുത്തശ്ശ, thank you. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. Thanks. ഏയ് മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ച് നിൽക്കാതെ മാഡത്തിനെ കസേരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, നീ ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. പാവം. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാവ് മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? ഈ രഹസ്യം എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും, ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും തനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1. നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-നാ കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഏയ് മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്തോ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശാര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഈ കൊട്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ. ഹലോ, ചെങ്കീരി ദാസപ്പനല്ലേ? അതെ. ഞാൻ വിക്രം ദാദാ. എന്റെ ക്ലോസാ. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ, വേനല്ല. ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. വണ്ടി ഏതാ? KL7B 2332. ക്രീം കളർ അംബാസിഡർ ആണ്. സ്വന്തം വണ്ടിയാ. ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനെയാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി. അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ, ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, ചെങ്കീരി ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി. അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 എണ്ണത്തിനെ തല്ലി നിരത്തിയേക്ക്. ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ.
ലാലാ എടാ വക്കീലേ വരുന്നേ ആ കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ ഇറങ്ങടോ. താൻ അങ്ങോട്ട് കേറുക. അല്ല ഞാൻ പോയാൽ ശരിയാവില്ല അല്ലേ വിക്രമ? അതെ അതെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല വിക്രമൻ കൂടെ വരട്ടെ. വേണ്ട, അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോണ്ട. അങ്ങോട്ട് കേറോ. അല്ല അങ്ങോട്ട് കേറോ. ഇത് കേറോ. വിക്രമ 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 എല്ലാം ദൈവനിശ്ചയം. വിക്രമ അയ്യോ വിക്രമ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി. കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്ന് എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയ. നിർത്ത് എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് അയ്യോ ആരാ? അനുപമ എവിടെ? അനുപമയെ അവര് കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. താങ്ക് യു സാർ. അരേ മുംബൈ. കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയത് നന്നായി. ഇന്ന് ചന്ദ്രസേനും അനുപമയും തമ്മിലുള്ള കല്യാണം. അത് മുടക്കണം. പെണ്ണിനെ ചെങ്കിരിക്ക് കൊടുക്കണം. ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല സംസാ. താൻ വിക്രം ദാദയാണോ വിക്രം മാമായാണോ? ആ പെണ്ണിനെ തന്നില്ലെങ്കിൽ രണ്ടിനെ തലവെട്ട ഞാൻ. അതിനൊന്നും മുതരണ്ട. ഈ കല്യാണം മുടക്കി പ്രതികാരം ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്നു. ഓക്കെ സംസാ.